ലോകം ഇന്ന് വിസ്മയത്തോടെ ഉറ്റുനോക്കുന്ന ഒരു രാജ്യമുണ്ടെങ്കിൽ അത് ഇന്ത്യയാണ്. പ്രതിരോധ മേഖലയിൽ ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തോടെ തേജസ് യുദ്ധവിമാനങ്ങളും INS വിക്രാന്ത് പോലുള്ള വിമാനവാഹിനി കപ്പലുകളും ഇപ്പോൾ ഘടക് പോലുള്ള സ്റ്റെൽത്ത് ഡ്രോണുകളും നിർമ്മിച്ച ഇന്ത്യ സ്വയം പര്യാപ്തത നേടുകയാണ്. യുവശക്തിയുടെ കരുത്തും സ്റ്റാർട്ടപ്പുകളുടെ കുതിപ്പും ഇന്ത്യയെ ലോകത്തിന്റെ വികസന എഞ്ചിനായി മാറ്റിയിരിക്കുന്നു. അറിവിന്റെയും ആത്മീയതയുടെയും പാരമ്പര്യമുള്ള ഇന്ത്യ ഇന്ന് ആധുനിക സാങ്കേതിക വിദ്യയുടെയും കണ്ടുപിടുത്തങ്ങളുടെയും കേന്ദ്രമായി മാറിയിരിക്കുന്നു. ലോകവേദികളിൽ ഇന്ത്യയുടെ ശബ്ദം ഇന്ന് നിർണായകമാണ്. ഭാവിയിലെ വ്യോമയുദ്ധങ്ങളുടെ സ്വഭാവം മാറ്റിയെഴുതാൻ ലക്ഷ്യമിട്ട് അതിനൂതനമായ സ്റ്റെൽത്ത് ആളില്ലാ വിമാനങ്ങൾ വികസിപ്പിക്കാനുള്ള നീക്കത്തിലാണ് ഇന്ത്യ. ഏകദേശം 39,000 കോടി രൂപ ചിലവ് പ്രതീക്ഷിക്കുന്ന ഘട്ടക് പ്രോഗ്രാം കേവലം ഒരു സാങ്കേതിക പരീക്ഷണം എന്ന നിലയിൽ നിന്നും മാറി ഒരു പൂർണ്ണ സജ്ജമായ സൈനിക പ്ലാറ്റ്ഫോമായി പുനഃക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിനെ ഇപ്പോൾ റിമോട്ട് പൈലറ്റഡ് സ്ട്രൈക്ക് എയർക്രാഫ്റ്റ് എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരമ്പരാഗത യുദ്ധവിമാനങ്ങൾക്കും മിസൈലുകൾക്കും അപ്പുറം പൈലറ്റ് ഇല്ലാതെ തന്നെ ശത്രുമേഖലയിൽ നുഴഞ്ഞുകയറി ആക്രമണം നടത്താൻ കഴിയുന്ന യുദ്ധവിമാനങ്ങളാണ് ഈ പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാകുന്നത്. അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് പോലുള്ള അടുത്ത തലമുറ പോർ വിമാനങ്ങൾക്കൊപ്പം പ്രവർത്തിക്കാൻ ഘട്ടക്കിന് സാധിക്കും. ഇത് ഇന്ത്യയുടെ ആഗോള സൈനിക ശേഷിയെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തും. റാഫേൽ, ബ്രഹ്മോസ് തുടങ്ങിയ വിശ്വസ്തമായ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ആർജിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് ഇന്ത്യ പുതിയ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്.